ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ജയറാം എന്ന നടൻ വല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളിൽ പ്രസക്തമായ കാര്യം എന്നുള്ളത് അദ്ദേഹം അതിവിനയം കാണിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഷാ സ്വത്വത്തെ അദ്ദേഹം പൊക്കിപ്പറയുന്നു. ഇങ്ങനെ തുടർന്ന് ഒരുപാട് ആരോപണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് ജയറാമിനെതിരെ ഉയർന്നു കണ്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഷാ സ്വത്വം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലയ്ക്ക് ജയറാം ഒരു മലയാളിയാണോ ഒരു തമിഴനാണോ? ജയറാം സ്വത്വപരമായി അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതായത് വീടുകളിൽ തമിഴ് സംസാരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സ്വത്വബോധം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ ജയറാം അത് വ്യക്തിപരമായി പ്രകടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ദീർഘകാലമായി ചെന്നൈയിൽ സ്ഥിരതാമസം ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സിനിമാ വേദികൾ, സിനിമാ അനുബന്ധ വേദികളിൽ, എൻ്റർടൈൻമെൻറ്റ് വേദികളിൽ അദ്ദേഹത്തിൻ്റെ തമിഴ് സ്വത്വബോധം പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതെന്തുകൊണ്ടാണ് മലയാളിക്ക് ദഹിക്കാത്തത്? അങ്ങനെ ഒരു പ്രശ്നം മലയാളിക്ക് എന്ന് മാത്രമല്ല പലർക്കും ഉണ്ടാവാം, മലയാളിക്ക് സവിശേഷമായി ഉണ്ട്. ഉദാഹരണത്തിന് ഇടുക്കിയിലെ മൂന്നാർ മേഖലയിലെല്ലാം തമിഴ് കുടിയേറ്റക്കാരായിട്ടുള്ള തൊഴിലാളികൾ. ഈ തൊഴിലാളികൾ ഇപ്പോഴും ടാറ്റ ടീ പോലുള്ള എസ്റ്റേറ്റ് ലയങ്ങളിലാണ് താമസിക്കുന്നത്. വളരെ മോശം അവസ്ഥയിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ മെച്ചപ്പെട്ട ജീവിത സ്ഥലികളിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയാത്തത്? അവരുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയെ മെച്ചപ്പെട്ട ജീവിത പരിസരങ്ങളിലേക്ക് ഉയർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തതെന്നാണ്. മറിച്ച് മൂന്നാറിലെ ടാക്സി മേഖലയിൽ ഈ തമിഴ് തൊഴിലാളികളുടെ പുതിയ തലമുറകളിൽ നിന്ന് എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിൽ അത് പർവ്വതീകരിച്ചുള്ള ഒരു വാർത്തയാണ്. ഇതേ പ്രശ്നം കർണാടകയോടനുബന്ധിച്ച കാസർഗോഡൻ മേഖലകളിൽ അവിടെയുള്ള കന്നഡ മാതൃഭാഷ സംസാരിക്കുന്ന ആളുകളെ നാം ഏതർത്ഥത്തിലാണ് കേരളത്തോട് ചേർത്ത് പിടിച്ച് നിർത്തുന്നത്? വലിയ സംശയമാണ് നമ്മൾ ആ രൂപത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ. വ്യക്തിപരമായി എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് മൈസൂർ സർവകലാശാലയിൽ ആ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏത് സർവകലാശാലയിൽ അല്ലെങ്കിൽ ഏത് ബാഹ്യദേശത്തായാലും മലയാളിക്കൊരു സ്വഭാവമുണ്ട്, അവന് മലയാളി അസോസിയേഷൻ രൂപീകരിക്കും. അപ്പം അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമയത്ത് കാസർഗോഡ് കർണാടക ബോർഡറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന നാരായണ ഭട്ട് എന്നുള്ള LLM വിദ്യാർത്ഥിയെ ഞാൻ മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചു. സത്യത്തിൽ അദ്ദേഹം എന്നോട് പിന്നീട് പറഞ്ഞത്, അദ്ദേഹം ആ പരിപാടിക്ക് വന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പിന്നീട് പറഞ്ഞത്, ഞാൻ വന്നിരുന്നു പക്ഷെ നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് തിരിച്ചു പോയത് എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മലയാളി അസോസിയേഷൻ എന്നുള്ള ലേബല് അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരു വിമുഖത ഉണ്ടാക്കിയിട്ടുണ്ട്. മറിച്ച് കേരള അസോസിയേഷൻ എന്നാണ് നമ്മൾ ആ പരിപാടിയെ ബ്രാൻഡ് ചെയ്തതെങ്കിൽ അദ്ദേഹം നിശ്ചയമായി പങ്കെടുക്കും. കാരണം മലയാളി സ്വത്വം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വത്വത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ജയറാം എന്നുള്ള നടൻ സവർണ ജാതിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സ്വത്വം, ഭാഷാ സ്വത്വം എന്നുള്ളത് തമിഴാണ്. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും മലയാളിയുടെ
പ്രൗഢി അല്ലെങ്കിൽ മലയാളിയുടെ അഭിമാനബോധം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശുദ്ധ ബോഷ്കാണ്. നമ്മൾ ആ ഒരു പിടിവാശി പിടിക്കുന്നത് ശുദ്ധ ബോഷ്കാണ്. അദ്ദേഹം സത്യത്തിലൊരു എൻ്റർടൈനറാണ്. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പരിപാടി അവതരിപ്പിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഓരോരുത്തരെയും അദ്ദേഹം എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർക്കും ഒരു അപകടമില്ലാത്ത ചില പ്രസ്താവനകൾ എന്നുള്ളത് അദ്ദേഹം ആ കാണികളെ അല്ലെങ്കിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ആളെ എൻ്റർടൈൻ ചെയ്യുന്ന സാധനമാണ്. അതിലൊന്നും നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോയി നോക്കേണ്ടതില്ല. അദ്ദേഹം പറയുന്ന ഒരു തമാശ രൂപത്തിൽ കാര്യങ്ങളെ എടുക്കേണ്ടതേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം ജയറാം എന്നുള്ള നടൻ അദ്ദേഹത്തിൻ്റെ തമിഴ് സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു, പ്രത്യേകിച്ച് ചെന്നൈയിൽ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് നമുക്കുള്ള ഒരു പൊരുത്തപ്പെടലിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. കേരളത്തിൻ്റെ ദേശീയത എന്നുള്ളത് ഈ ബഹുസ്വരതയാണ്. തമിഴനെയും കന്നഡക്കാരനെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ബഹുസ്വരത നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ബഹുസ്വരതയെ മാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ജയറാമിൻ്റെ ഇഷ്യൂവിലും കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ജയറാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച രാജസേനനെ പോലുള്ള ആൾക്കാർ ചില വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ മറ്റൊരു രീതിയിൽ അഭിസംബോധന ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം ജയറാം തൻ്റെ സിനിമകളിൽ ചില കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങിയത് മുതലാണ് ഞാൻ ജയറാമിനെ മാറ്റി നിർത്തിയത് എന്ന് രാജസേനൻ പറയുന്നുണ്ട്. ശരിയാവാം, ചില സംവിധായകന്മാർക്ക് തങ്ങളുടെ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ തങ്ങളുടെ സിനിമ വിഷ്വലൈസേഷനിലോ അല്ലെങ്കിൽ തങ്ങളുടെ നടീനടന്മാരുടെ തിരഞ്ഞെടുപ്പുകളിലോ മറ്റൊരാൾ ഇടപെടുന്നത് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ ഒരു നടൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അയാളുടെ ചോയ്സുകളും പ്രധാനമാണ്. അയാളുടെ സ്റ്റാർഡം നിലനിർത്താനുള്ള സാധ്യതകൾ അയാളും പരിശോധിക്കും. അപ്പം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പലരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കുറയുകയും ചെയ്യും. അത്രമാത്രം ലളിതമാണ് ആ കാര്യങ്ങൾ. പിന്നെ ജയറാം ശ്രീനിവാസൻ്റെ മരണസമയത്ത് എത്തിയില്ല, ഇതെല്ലാം നമ്മൾ ബാധിക്കുന്ന ശുദ്ധപോഷകാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ബന്ധത്തിൽ എപ്പോഴും വ്യക്തിബന്ധം നിലനിൽക്കണമെന്നില്ല. നിങ്ങൾ വന്ന് അഭിനയിക്കുന്നു, പോകുന്നു, അവിടെയൊക്കെ നിങ്ങൾ വ്യക്തിപരമായ ഊഷ്മളത പുലർത്തണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല. കാരണം അത്രമാത്രം പ്രൊഫഷണലൈസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും ജയറാമിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ ജയറാമിനെ കുറ്റവിചാരണ ചെയ്യാനോ ഉള്ള മതിയായ കാരണങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഇക്കാര്യങ്ങളിൽ ഞാൻ ജയറാമിൻ്റെ പക്ഷത്താണ് എന്ന് പറയാനാണ് ഈ ഹ്രസ്വ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ.